രണ്ടുപേർക്കും ഈ കണ്ണ് എങ്ങനെ ഒരുപോലെ വന്നു എന്ന് ചോദിച്ചാൽ സത്യം പറഞ്ഞാൽ അറിയില്ല. ഹരിയാണ് തുടക്കമിട്ടത്. ഡെന്നിയുടെ മുഖത്ത് എന്തോ ഒരു പ്രതീക്ഷ വന്ന് നിറഞ്ഞു. ഒപ്പം 100,000 സംശയങ്ങളും. ത്രേസ്യാമ്മച്ചി നിഷമോളെയും കൊണ്ട് ഇതുവഴിയാ പള്ളിയിൽ പോകാറ്. അങ്ങനെയാണ് പരിചയം. ദേവിയമ്മ പറഞ്ഞു. ഞാൻ തയ്ക്കും എന്നറിഞ്ഞപ്പോൾ ഇവിടെ വീട്ടിൽ വന്നു. മോൾക്ക് വേണ്ടുന്ന ഡ്രസ്സുകൾ പിന്നെ ഞാനാ തയ്ച്ചു കൊടുക്കാറ്. കൃഷ്ണേട്ടന് മോളെ ജീവനാ, ഹരിയേക്കാളേറെ. അതിന് ഒരു കാരണവുമുണ്ട്. ഡെന്നിയുടെ ചെവി രണ്ടും കൂർത്തു. ഞാനും കൃഷ്ണേട്ടനും പ്രണയിച്ച് വിവാഹം കഴിച്ചതാ. 8 വർഷത്തെ പ്രണയം. ഒരു വലിയ നായർ തറവാട്ടിലെ 3 മക്കളിൽ രണ്ടാമത്തെ ആളാ കൃഷ്ണേട്ടൻ. ഞാൻ 10 കഴിഞ്ഞ് തയ്യൽ പഠിക്കാൻ പോകുന്ന സമയത്ത് അദ്ദേഹം MBBSന് പഠിക്കുന്നു. എന്നോട് ഇഷ്ടം പറഞ്ഞു. പൊട്ട ബുദ്ധി. പിന്നെ കാണാൻ സുന്ദരനും, പോരാഞ്ഞ് ഡോക്ടറും. വിട്ടുകളയാൻ മനസ്സനുവദിച്ചില്ല. ആ ഓസിന് കിട്ടിയതല്ലേ പാവം എൻ്റെ അച്ഛൻ. അമ്മയുടെ കണ്ണുകൾ നിറയുമ്പോൾ ഒരാശ്വസിപ്പിക്കലായി ഹരിയുടെ കോമഡി എത്തി. പോടാ ചെക്ക, എനിക്കെന്താ ഒരു കുറവ്? പഠിപ്പും പണവും കുറവാ. പക്ഷേ നിന്റെ അച്ഛനേക്കാൾ സൗന്ദര്യം എനിക്കാ. ഒറ്റയ്ക്കിരുന്ന് പറഞ്ഞാ മതി, ആരും കേൾക്കണ്ട. ഹരി ചുണ്ട് കോട്ടി. ഓ അത് ചുമ്മാതെ അമ്മ. ഹരിക്ക് ചെറിയൊരു കുശുമ്പ്. ബാക്കി അറിയാനുള്ള വ്യഗ്രത. ഡെന്നി ഇടയിൽ കയറി. കൃഷ്ണേട്ടൻ്റെ വീട്ടുകാർ എതിർത്തു, പ്രത്യേകിച്ച് അച്ഛൻ. അങ്ങനെ ഞങ്ങൾ ഒളിച്ചോടി. രജിസ്റ്റർ മാരേജ് ചെയ്തു. പക്ഷേ അദ്ദേഹത്തെ ആ വീട്ടുകാർ പുറന്തള്ളി. അവിടുത്തെ അമ്മ പാവാണ്. ആ അമ്മയുടെ കണ്ണുകളാണ് കൃഷ്ണേട്ടന് കിട്ടിയത്. ഈ കുഞ്ഞു പെണ്ണ് അമ്മയെപ്പോലെയാ. അടുത്തിരിക്കുമ്പോൾ അമ്മ അരികിലുള്ള പോലെ തോന്നും എന്നൊക്കെ ഓരോ പറച്ചിൽ. ചിലപ്പോൾ ശരിയായിരിക്കാം. ഞങ്ങൾക്ക് ഇവൾ മോള. വല്ലാത്തൊരു വാത്സല്യമുണ്ടായിരുന്നു ആ അമ്മയിൽ. അപ്പോൾ അവരാരും നിങ്ങളെ തേടി വന്നില്ലേ? ചേട്ടൻ്റെ കൂടപ്പിറപ്പുകൾ പോലും. ദേവിയമ്മ സാരി തലപ്പാൽ കണ്ണുകൾ അമർത്തി തുടച്ചു. ഇടയ്ക്ക് മൂത്ത ഒരു സഹോദരൻ വരുമായിരുന്നു. പിന്നെ പിന്നെ ആ വരവും ഇല്ലാതായി. കുടുംബവും കുട്ടികളുമായപ്പോൾ മറന്നു. അമ്മയും അച്ഛനും മരിച്ചതുപോലും ഞങ്ങളെ അറിയിച്ചില്ല. അറിഞ്ഞു ചെന്നപ്പോൾ വീട്ടിൽ കയറ്റിയതുമില്ല. കുടുംബക്കാർ ആരുമില്ലാത്ത ജീവിതം. ദേവിയമ്മ ശ്വാസം ആഞ്ഞു വലിച്ചു. അമ്മ ഓരോന്നാലോചിച്ച് BP കയറ്റണ്ട. ഇങ്ങനെ സ്നേഹമില്ലാത്ത കുടുംബക്കാർ ഇല്ലാത്തതാ നല്ലത്. ഞാനും എൻ്റെ ദേവിക്കുട്ടിയും ഇപ്പം ഹാപ്പിയാ. അത് പോരെ അമ്മ. ഹരി ഞാൻ കരുതിയതുപോലെയല്ല, പാവാണ്. പക്ഷേ നിന്നെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല. ആനി എൻ്റെയാ. പ്രണയത്താൽ തുടി കൊട്ടുന്ന ഉള്ളം. അയ്യോ വിശേഷം പറഞ്ഞിരുന്ന് സമയം പോയി. ഞങ്ങൾ ഇറങ്ങട്ടെ. ഹാ ബ്ലൗസ് തയ്ച്ച് വെച്ച് ഞാൻ വിളിക്കാം. ശരി ഹരികൃഷ്ണൻ, ഇടയ്ക്ക് കാണാം. തിരിഞ്ഞ് പുറത്തേക്കിറങ്ങുന്ന കൂട്ടത്തിൽ ഡെന്നി തല ചരിച്ച് ചുവരിലിരിക്കുന്ന ഫോട്ടോയിലേക്ക് നോട്ടമെറിഞ്ഞു. എന്തൊക്കെയോ കുഴഞ്ഞു മറിഞ്ഞു കിടക്കുക. പക്ഷെ ഡെന്നീസ് അത് കണ്ടുപിടിച്ചിട്ടേ പോകുന്നുള്ളൂ. ഹരിയേട്ടാ ബായ്. കാറിൽ കയറിയതും നിഷ അവന് നേരെ കൈവീശി. വണ്ടി ഗേറ്റ് കടന്ന് പുറത്തേക്ക് പോയി. നല്ല മോൻ അല്ലേ ഹരി? ഇത്തിരി ജാടയുള്ള കൂട്ടത്തിലാ. മുംബൈയിൽ ഡോക്ടറല്ലേ? ഓ നിനക്കല്ലേലും സൗന്ദര്യമുള്ള പിള്ളേരെ കാണുമ്പോൾ കുശുമ്പുള്ളതാ. ദേ എനിക്കെൻ്റെ ദേഷ്യം വന്നാലുണ്ടല്ലോ അമ്മയാണെന്ന് നോക്കില്ല. പോടാ പേടിപ്പിക്കാതെ. വഴിയിൽ നിന്ന് മാറി ചേക്കാം. വിളക്ക് വെക്കാൻ സമയമായി. ഹരിയെ തള്ളി മാറ്റി. തുളസിത്തറയിൽ വിളക്ക് വെച്ച് നിലവിളക്കിന് മുന്നിലിരുന്ന് നാമം ജപിക്കുന്ന അമ്മ. അവൻ്റെ നെഞ്ചിൽ പേരറിയാത്തൊരു വേദന പോലെ. ദേ ഒരു കാര്യം പറഞ്ഞേക്കാം, എനിക്ക് വയസ്സായി. വിളക്ക് വയ്ക്കാനും നാമം ജപിക്കാനും ഇനി പറ്റില്ല. അതിന് ഇനി വാടകയ്ക്ക് ആളെ എടുക്കണോ? ഹരി തമാശ വിട്. നിനക്ക് ഭാര്യയെ വേണ്ടായിരിക്കും, പക്ഷെ എനിക്ക് ഒരു മോളെ വേണം. പെട്ടെന്ന് നോക്കി വെച്ചോ, ഇല്ലേൽ ഞാൻ ചൂണ്ടിക്കാണിക്കുന്ന പെണ്ണിനെ കെട്ടേണ്ടി വരും. ഇത് എപ്പോഴും പറയും പോലെ അല്ല. നിങ്ങളിന്ന് ആ ചെക്കൻ്റെ വീട്ടിൽ പോയിരുന്നോ? രാത്രി അത്താഴം കഴിക്കുമ്പോൾ സക്രിയയുടെ ചോദ്യമെത്തി. ആരെ? ഹരികൃഷ്ണനെയാണോ അങ്കിൾ ഉദ്ദേശിച്ചത്? ഓ അവൻ തന്നെ. കൂടുതലങ്ങ് കൂട്ടുകൂടാതെ ഇരിക്കുന്നതാ നല്ലത്. അമ്മയും മോനും അത്ര നല്ല സ്വഭാവക്കാരല്ല. കിച്ചണിൽ നിന്നും നിഷ പുറത്തേക്ക് വന്നു. സങ്കടത്തോടെ ചുവരിൽ ചാരി.
എന്താ അങ്കിളിന് സ്വഭാവ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന പണി ഉണ്ടായിരുന്നോ? ആ പെണ്ണും പിള്ളയുടെ നടപ്പ് ശരിയല്ല. വെറുതെ എന്തിനാ പേരുദോഷം കേൾക്കുന്നേ? അതുകൊണ്ട് ആ ചെക്കൻ വന്നാൽ ഈ വീടിനകത്ത് ഞാൻ കയറ്റത്തില്ല. സൂസന്റെ ചുണ്ടിൽ പുച്ഛം. അപ്പോ ആദ്യം മകനെ വീട്ടിന് പുറത്താക്ക്, എന്നിട്ട് ഹരികൃഷ്ണന്റെ കുറ്റം കണ്ടെത്താം. അത് ശരിയാ മോനെ ഡെന്നി. നാട്ടിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും തിരഞ്ഞറിയുന്നവളാ എൻ്റെ ഭാര്യ. പക്ഷേ സ്വന്തം മക്കൾ ചെയ്യുന്ന കൊള്ളരുതായ്മയെല്ലാം അവളുടെ കണ്ണിൽ നല്ലതാ. സൂസൻ ദേഷ്യത്തിൽ എഴുന്നേറ്റു. എന്താടി മോളെ, മതിയാക്കിയോ? ആ മതി, വയറ് നിറഞ്ഞു. പ്ലേറ്റുമെടുത്ത് കിച്ചണിലേക്ക് നടന്നു. അവിടെ ആകുമ്പോൾ സമാധാനത്തിൽ കഴിക്കാം. ചെല്ല്. ഈ തള്ളയ്ക്ക് വലിയ സൂക്കേടാ അല്ലേ നാൻസി? ചുമ്മാ ആൻറ്റിയെ ഓരോന്ന് പറയും. ഒരു ദിവസം ഞാനൊരു പണി കൊടുക്കും. എന്താടി കൊച്ചുങ്ങളെ, പ്ലേറ്റിലിരിക്കുന്ന ചോറ് പോരാഞ്ഞ് ചെവി കടിച്ച് തിന്നുവാണോ? വല്യമ്മച്ചി, നാളെ എൻ്റെ ഒരു ഫ്രണ്ട് വരും. കുറച്ച് ദിവസം ഇവിടെ താമസിക്കുന്നത് കൊണ്ട് എന്തേലും ബുദ്ധിമുട്ടുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഒരു ഫ്ലാറ്റ് നോക്കാം. എന്ത് ബുദ്ധിമുട്ട്? ഇത്രയും വലിയ വീട്ടിൽ ആ കൊച്ചന് ഒരു റൂം അത്രയല്ലേ വേണ്ടൂ? കൊച്ചനല്ല അമ്മച്ചി, അതൊരു പെൺകുട്ടിയാ. നിഷയിൽ വല്ലാത്ത വെപ്രാളം. അരുണ ഡെന്നിയുടെ കോളേജ് ഫ്രണ്ടാണ്. ഇവിടെ കേരളത്തിൽ ആൾ ആദ്യമായി വരുക. നോർത്ത് ഇന്ത്യൻ ആണ്. ആണോ? വരാൻ പറ. നമ്മുടെ നാടും ആചാരങ്ങളുമൊക്കെ കണ്ടിരിക്കട്ടെ. നിഷയുടെ മുഖത്ത് ഒരു വാട്ടമുണ്ട്. എനിക്ക് ഒരു കാര്യം പറയാനുണ്ട്. ഫുഡ് കഴിച്ചിട്ട് പെട്ടെന്ന് വരണം. അവൻ്റെ രൂക്ഷമായ നോട്ടം പറയാൻ വന്നത് വിഴുങ്ങി. ഇവൻ്റെ ശല്യം പോരാഞ്ഞ് ഇനി ഒരുത്തി കൂടി. സക്കറിയ റൂമിൽ തെക്ക് വടക്ക നടക്കുന്നുണ്ട്. എൻ്റെ ചെറുക്ക, നീ ഒന്ന് സമാധാനിക്ക്. ഗേൾ ഫ്രണ്ട് എന്നല്ലേ പറഞ്ഞത്? ഒരുപക്ഷെ ലവർ ആയിരിക്കും. എടി നാൻസി, നിന്റെ മമ്മി എന്തായി പറയുന്നേ? മമ്മ വായിൽ തോന്നുന്നത് പറയാതെ. അല്ലടി മോളെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് കാര്യങ്ങൾ എളുപ്പമാ. സക്കറിയ നടത്തം നിർത്തി. ജാസ്മി മോള് കളത്തിലിറങ്ങണം. ആ വരുന്ന സാധനത്തിനെയും അവനെയും തമ്മിൽ തെറ്റിക്കണം. അതിന് നിനക്കെന്ത് മാർഗവും സ്വീകരിക്കാം. ആൻറ്റി, സത്യമാണോ? നിനക്ക് ആ ചെക്കനെ കിട്ടും. അവൾ വന്ന വഴിയേ പോകും. പിന്നെ ഉള്ളത് നിഷയ. അവളെ ഞാനങ്ങ് ഏറ്റെടുക്കും എൻ്റെ മരുമകളായി. അമ്മയെ നീ കൊണ്ടുപോകത്തില്ലയോടാ? അതിൽ സംശയം വേണ്ട. എൻ്റെ ചേച്ചിക്ക് ബുദ്ധിയുണ്ട്. പക്ഷേ ഐസക്കളിയൻ ഒന്നും അറിയരുത്. തന്ത്രങ്ങൾ മെനഞ്ഞ സന്തോഷത്തിൽ നാലും കിടക്കാനായി റൂമുകളിലേക്ക് പോയി. നിഷ ഒരു ജഗ്ഗിൽ വെള്ളവുമായി ആദ്യ സ്റ്റെപ്പിൽ കാൽ വെച്ചു. കർത്താവേ, കാത്തോളണം. ഇത്തിരി കുശുമ്പ് കുത്തിയിരിക്കുക. ഇച്ചായനല്ലേ അത്? ഇവിടെ മുറ്റത്ത് നിൽക്കുവാണോ? പെട്ടെന്ന് വെള്ളം വെച്ച് പുറത്തിറങ്ങണം. എടാ കൊച്ചനെ, നീ ഇത് എങ്ങോട്ടാ? കിടക്കുന്നില്ലേ? കിടക്കണം വല്യമ്മച്ചി. ഹോസ്പിറ്റലിലേക്ക് വിളിക്കണം. നല്ല കാറ്റ്, എന്താ സുഖം. മഞ്ഞാണ്, തണുക്കും. എനിക്ക് തണുപ്പ് വലിയ ഇഷ്ടമാണെങ്കിലോ? അതെനിക്ക് മനസ്സിലായി. തണുപ്പ് മാറ്റാനും എൻ്റെ കൊച്ചന് നന്നായി അറിയാലോ. ഈ വല്യമ്മച്ചി ആള് ശരിയല്ലാട്ടോ. കൊച്ചനെ, ഒരു കാര്യം ചോദിക്കട്ടെ? എന്തിനാ മുഖവുര? ചോദിക്ക്. സത്യാണോ ആ പെങ്കൊച്ച് നിന്റെ ഫ്രണ്ട് മാത്രമല്ലേ? എൻ്റെ വല്യമ്മച്ചിക്ക് എന്താണ് ഒരു സംശയം? അവരുടെ തോളിലൂടെ കൈയിട്ടു. അല്ലട ചെറുക്ക, എൻ്റെ നിഷ കൊച്ച്. മോഹം കൊടുത്ത് അതിനെ വേദനിപ്പിക്കരുത്. സഹിക്കാൻ എനിക്ക് പറ്റിയല്ല. നിഷാനി എൻ്റെ പെണ്ണ, അരുണ ബെസ്റ്റ് ഫ്രണ്ടും. അതിൽ കവിഞ്ഞ് ഒരു ബന്ധവുമില്ല. പിന്നെ അവൾ ഇവിടേക്ക് വരുന്നത് വ്യക്തമായൊരു ലക്ഷ്യത്തോടെയാ. അത് കഴിഞ്ഞ് മടങ്ങുമ്പോൾ ഈ വല്യമ്മച്ചിയും അവളെ കെട്ടിപ്പിടിക്കും സ്നേഹത്തോടെ. എന്ത് ലക്ഷ്യം? അത് പറയില്ലല്ലോ. വഴിയേ അറിയാം. എന്നാ ശരി, ഞാൻ കിടക്കാൻ പോവാം. കൂടുതൽ മഞ്ഞുകൊണ്ട് ചുമയൊന്നും വരുത്തി വെക്കരുതേ മക്കളെ. ഓ, എന്താ ഒരു സ്നേഹം! നിന്നോടുള്ള സ്നേഹമല്ല. എൻ്റെ കൊച്ചിന് ചുമ വന്നാൽ ശരിയാവില്ല. അതിന് ചെറിയ ശ്വാസം മുട്ടുള്ളതാ. നടക്കട്ടെ. ഒരു കള്ളിപ്പൂച്ച വട്ടനെ പേടിച്ച് മേലേക്ക് ഓടുന്നത് കണ്ടു. രക്ഷപ്പെടും മുന്നേ വലയിട്ട് പിടിച്ചോ. ആണോ? എന്താടാ ഓടുന്നേ? ഇപ്പൊ കോള് ചെയ്യണ്ടേ? ചെയ്യാം, അതിനിനിയും സമയമുണ്ടല്ലോ. പക്ഷേ ആ പോയ പൂച്ച രക്ഷപ്പെട്ടാൽ കയ്യിൽ കിട്ടാൻ വലിയ പാടാ. ഇന്ന് എൻ്റെ ക്ഷമ പരീക്ഷിച്ച സാധനമാണ്. എടാ മോനെ, വേണ്ട. ഞാനേ ഡോക്ടറാണ്. പറഞ്ഞ് പഠിപ്പിക്കണ്ട. അറിയാം.
ഷോ, ഈ ചെക്കന് ഒരു നാണം ഇല്ലല്ലോ എൻ്റെ കർത്താവേ. ആ സാധനം പപ്പയ്ക്കും മോനും തീരെ ഇല്ല അമ്മച്ചി. ഔസേപ്പച്ചൻ്റെ തലമുറയല്ലേ നീരജെ, ഇങ്ങനെ വരൂ. അതിയാനും ഇതുപോലെ ആയിരുന്നു. കർത്താവേ, ഭ്രാന്തിളകി വരും മുന്നേ ഇവിടെ നിന്നും പോകണം. ജഗ് വെച്ച് വാതിൽ പതിയെ ചേർത്ത് അടച്ച് തിരിഞ്ഞതും എന്തിലോ തട്ടി നിന്നു. ഇത്രയും നേരം ഈ സാധനം ഇവിടെ ഉണ്ടായിരുന്നില്ലല്ലോ. തല ഉയർത്തിയതും ശരീരം വിറച്ചു. എവിടെ പോവാ? അത് വിക്കലോടെ വിരൽ കടിച്ചു. അവൻ കയ്യിൽ പിടിച്ച് താഴ്ത്തി. പറയൂ. അത് പിന്നെ വല്യമ്മച്ചി വിളിച്ചായിരുന്നു. ആണോ? ഞാൻ കേട്ടില്ലല്ലോ. നേരത്തെയാ. കാല് നല്ല വേദന. ഇത്തിരി കുഴമ്പിടാൻ ചെല്ലാൻ പറഞ്ഞു. പുരികം രണ്ടും മേലേക്ക് ഉയർത്തി തന്നെ മാത്രം നോക്കി നിൽക്കുന്നവനെ കാണുമ്പോൾ പരവേശത്തോടെ തൊണ്ടക്കുഴി വരണ്ടുണങ്ങി. എൻ്റെ ആനിക്ക് വെള്ളം വേണോ? കൈ രണ്ടും അവൾക്ക് ഇരുവശത്തായി കുത്തി നിർത്തി. ദയനീയമായി ചുവരോട് ചേർന്ന് നിന്നു. ഓ, വിറയ്ക്കുന്നുണ്ടല്ലോ. എന്തേലും കള്ളത്തരം ചെയ്തോ? എന്തു? ഒന്നുമില്ല. കൈ മാറ്റ്, എനിക്ക് പോകണം. മാറ്റാം. വല്യമ്മച്ചിക്ക് കുഴമ്പിട്ട് കൊടുക്കണ്ടേ? നിന്ന് വൈകണ്ട, ചെല്ലാൻ നോക്ക്. തടസ്സമായി വെച്ച കൈകൾ മാറ്റിയതും നിഷയിൽ സന്തോഷം. ഗുഡ് നൈറ്റ് ആനി. തലകുലുക്കി മുന്നിലേക്ക് നടന്നതും ഇടുപ്പിലൂടെ അവൻ്റെ കൈകൾ ചുറ്റി പൊക്കിയെടുത്ത് റൂമിനുള്ളിലേക്ക് കയറ്റി. ഡോക്ടറെ ഉറക്കെ വിളിക്കുമ്പോഴേക്കും ലോക്ക് വീഴുന്ന ശബ്ദം നിലത്തായി നിർത്തി. നീ എന്താ ആനി വിളിച്ചേ? ഓൺസ് മോർ പ്ലീസ്. ഓരോ സ്റ്റെപ്പ് മുന്നിലേക്ക് വരുമ്പോൾ അവൾ പിന്നിലേക്ക് നടന്നു. വിളിക്ക്. ഇച്ചായൻ. ആണല്ലോ, പിന്നെന്തിനാ ഇടയ്ക്ക് ഡോക്ടറെ വിളി? മുന്നിൽ നിൽക്കുന്നവൻ്റെ കണ്ണിലേക്ക് നോക്കാൻ കഴിയാത്തതുപോലെ തല താഴും മുന്നേ അവൻ്റെ വലങ്കൈ താടിത്തുമ്പിൽ ചേർന്നു. എന്നെ ഒന്ന് നോക്കാനി. എന്തേ, പേടിയാണോ? അല്ല. പിന്നെ എന്തേലും കുറ്റം ചെയ്തോ നീ? നിഷയുടെ ചുണ്ടിൽ ചെറിയൊരു ചിരി നിറഞ്ഞു. ചെയ്തു അല്ലേ? അത് വെറുതെ വട്ടിളക്കാൻ. ആണോ? എന്നിട്ട് ഇച്ചായന് വട്ടിളകിയോ? ചെറുതായിട്ട്. നെറ്റിത്തടത്തിൽ നിന്നും അവൻ്റെ ചൂണ്ടുവിരൽ നാസികത്തുമ്പിൽ വന്ന് നിന്നു. അവളുടെ കവിൾത്തടങ്ങളിൽ രക്തം ഇരച്ച് കയറുമ്പോൾ കണ്ണുകൾ പിടച്ചു. എൻ്റെ ആനി, ഈ കുഞ്ഞി പെണ്ണിനെ കാണുമ്പോൾ എന്തൊക്കെയോ തോന്നുന്നു. വേണ്ടാട്ടോ, തോന്നണ്ട. എനിക്ക് ഉറക്കം വരുവാ. എൻ്റെ ക്ഷമയെ അളന്നു നോക്കിയതല്ലേ, അതുകൊണ്ട് ഇന്നിനി ഉറങ്ങണ്ട. കീഴ്ചുണ്ടിൽ അവൻ്റെ വിരലുകൾ ഒഴുകി നടന്നു. വിറയലോടെ ആ കണ്ണിലേക്ക് നോക്കി. ഡെന്നിയുടെ തല താഴ്ന്നു വരുന്ന നിമിഷം വലം കയ്യാൽ അതരത്തെ മൊത്തമായി മറച്ചു. ഉമ്മ വയ്ക്കാനല്ലേ? എനിക്ക് വേണ്ട. അതെന്താ, ഇഷ്ടമല്ലേ? ഇന്നലെ. ഇന്നലെ തന്നു. ഇനി എന്നും വേണം. ഈ ആനിക്കൊച്ച് എൻ്റെ സ്വന്തമല്ലേ? ആണോ? അവളിൽ വല്ലാത്ത ആകാംക്ഷ. വീണ്ടും അവൻ്റെ നാവിൽ നിന്ന് മറ്റെന്തൊക്കെയോ കേൾക്കാൻ മോഹം. ഒരു രഹസ്യം പറയട്ടെ? പറഞ്ഞു. ഉച്ചത്തിൽ മിടിക്കുന്നുണ്ട് ആ പെണ്ണിൻ്റെ ഹൃദയം. ആഗ്രഹിച്ചതെന്തോ കേൾക്കാൻ പോകുന്നുവെന്ന് മനസ്സ് പറയുന്നു. ഈ ആനിയെ എൻ്റേത് മാത്രമാക്കാൻ ഈ നിമിഷം ഞാൻ റെഡിയാ. പോരുവോ ഡെന്നീസിൻ്റെ പെണ്ണായി? അവൻ്റെ പ്രണയ നിശ്വാസം ശരീരത്തെ ഒന്നാകെ പൊതിയും പോലെ. കവിൾത്തടത്തിലെ ചെമ്പൻ രോമക്കൊടികൾ ഉയർന്നു പൊങ്ങി. ആനി, ഒരു നിമിഷത്തേക്ക് പോലും ഇച്ചായനെ ഇങ്ങനെ വേദനിപ്പിക്കല്ലേ. സഹിക്കാൻ എനിക്ക് പറ്റില്ല. അവനൊപ്പം നീ ചിരിക്കുകയും കളിക്കുകയും ചെയ്യുമ്പോൾ ഞാനൊന്നും അല്ലാതായി പോവുക. ചെവിത്തുമ്പിൽ പ്രണയ ചുംബനം. വിറയലോടെ കൈകൾ ചുരുട്ടി പിടിച്ച് കണ്ണുകൾ മുറുകെ അടച്ചു. കൊച്ചേ. സ്വബോധം വന്നതുപോലെ കണ്ണുകൾ ചിമ്മി തുറന്നതും കീഴ്ചുണ്ടിനെ മുത്തി നുകർന്നിരുന്നു. അവനെ ചുറ്റി പിടിച്ചു. ആ വിടർന്ന വെള്ളാരം കണ്ണിലെ വശ്യത. അവൻ ഒരടി പിന്നിലേക്ക് മാറി നിന്നു. ഇച്ചായനെ ഇഷ്ടമാണേൽ ഈ നിമിഷം എന്നിലേക്ക് വരണം. അവൻ കൈ രണ്ടും വിടർത്തി പിടിച്ചു. ആ വിരിഞ്ഞ നെഞ്ചിലേക്ക് ചേരാൻ കൊതിക്കുന്നു. പൊന്നുപോലെ നോക്കും ഞാൻ, പ്രാണൻ അവസാനിക്കും വരെയും. തോളോട് തോൾ ചേർന്ന് താങ്ങായി ഉണ്ടാകും എന്തിനും. അവൻ്റെ ഉറച്ച വാക്കുകൾ. തലയ്ക്കുള്ളിൽ വല്ലാത്ത മൂളൽ. തൊട്ടടുത്ത നിമിഷം രണ്ടാമതൊന്നും ചിന്തിക്കാതെ ആ കൈക്കുള്ളിൽ ചേർന്നു. എന്നെ ഇഷ്ടമാണല്ലേ? അവനിൽ കുസൃതിയോടെയുള്ള ചിരി. ഞാൻ പോട്ടെ? പൊയ്ക്കോ. അതിനു മുന്നേ ഒരു കാര്യമുണ്ട്. നെറ്റിത്തടത്തിൽ ചുണ്ടുകൾ ചേർത്തു.
ഇത് പ്രണയമല്ല കേട്ടോ, ഇനി പോയിക്കോ. നാളെ ഫ്രണ്ട് വരും എന്ന് പറഞ്ഞില്ലേ, എപ്പോഴാ വരിക? അറിയില്ല, ഏത് സമയവും പ്രതീക്ഷിക്കാം. ഹൃദയം പേരറിയാത്ത വേദനയിൽ പൊള്ളിപ്പിടച്ചു. താഴേക്കിറങ്ങി. ആനി, പോവാണോ നീ? ഡെന്നിയിൽ ഇതേവരെ കാണാത്ത ഭാവങ്ങൾ. ഓടിച്ചെന്ന് അവനെ കെട്ടിപ്പിടിക്കാൻ ആഗ്രഹം. ഗുഡ് നൈറ്റ് ഇച്ചായ, അന്നാദ്യമായി അവൾ പറഞ്ഞു. താങ്ക്സ് എൻ്റെ ആനി കൊച്ചെ. സ്റ്റെയർ കമ്പിയിൽ പിടിച്ച് താഴേക്ക് നോക്കി സ്വയം മറന്ന് അവന് നിന്നു. മുറ്റത്ത് ഒരു കാറ് നിർത്തി. ഡെന്നി, ഉറക്കെ അവൾ വിളിച്ചു. അതരങ്ങൾ അതിൻ്റെ ഇണയെ പുഴുകാൻ ഒരുങ്ങി. കർത്താവേ! ബെഡിൽ നിന്നും ചാടി എഴുന്നേറ്റു. ക്ലോക്കിലേക്ക് നോക്കി. 1 മണി. വെളുപ്പിന് കാണുന്ന സ്വപ്നം സത്യമാകും എന്നല്ലേ? കണ്ണുകൾ നിറഞ്ഞു. അറിയാതെ ആ സ്നേഹം വേണമെന്ന് ആഗ്രഹിച്ചു പോവുക തെറ്റാണോ അറിയില്ല. ആദ്യമായി ഒരാൾക്ക് മുന്നിൽ എതിർപ്പുകൾ ഏതുമില്ലാതെ നിന്നു. അവൻ്റെ മാത്രം ആനിയായി. ഡെന്നിച്ചനില്ലാതെ നിഷാനിയില്ല. പറ്റില്ല എനിക്ക്. ജനാല തുറന്നു. ആകാശത്ത് നിറഞ്ഞ പ്രഭയോടെ പൂർണ്ണചന്ദ്രൻ. എന്തിനായിരിക്കും അവർ ഇച്ചായനെ തേടി വരുന്നത്? അരുണ ആരാവും? ഉത്തരമില്ലാത്ത ചോദ്യങ്ങൾ.